സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ചില ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തരേണ്ട തുക, ആരോഗ്യ മേഖലയിൽ ചിലവഴിക്കേണ്ട തുക തരാതിരിക്കുന്നതും അതിന്റെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാതിരിക്കുന്നതും എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം ഈ കേന്ദ്രം തരാനുള്ള തുകയെ പറ്റി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മൾ പറയുന്നതല്ല, കേന്ദ്രം നമ്മുടെ അംഗീകരിച്ച് ഈ വർഷവും അതിന്റെ പുരസ്കാരം നമുക്കാണ് ലഭിച്ചത്. 1600-ലധികം കോടി രൂപയാണ് കേരളം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. കേന്ദ്രം അതിൽ നൽകുന്ന തുക ഏതാണ്ട് 138 കോടി രൂപ മാത്രമാണ്. അതായത് ഒരു 8% താഴെ മാത്രം. ബാക്കി 1600-ലധികം കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുകയാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. 1 രൂപ പോലും ഈ സാമ്പത്തിക വർഷം കേന്ദ്രത്തിന്റേതായിട്ടുള്ള വിഹിതം, അർഹമായിട്ടുള്ളതാണ്, ഔദാര്യമല്ല, അർഹമായിട്ടുള്ള വിഹിതങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കാത്ത സാഹചര്യം. അത് നാഷണൽ ഹെൽത്ത് മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഓരോ സ്കീമിലും 60-40 എന്നുള്ള നിലയിലാണ്. 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാർ. പണ്ട് 90-10 ആയിരുന്നു. അതാണ് 60-40 ആക്കിയത്. ആ 60-40-ൽ ആ 60% നൽകാതെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ NHMന്റെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം കേന്ദ്രവിഹിതം ലഭ്യമായിട്ടില്ല. ഈ വർഷം 1 രൂപ പോലും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ധനവകുപ്പ് 40% അനുവദിച്ച്, മുൻകൂറായി അനുവദിച്ചുകൊണ്ട് ആ തുകയിൽ നിന്ന് ശമ്പളം നൽകുന്ന സാഹചര്യമാണ്. ഈ സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടരുത് എന്നുള്ള നിലയിലാണ് പോകുന്നത്. ഇപ്പോ സർക്കാർ ആശുപത്രികൾക്കാണ് കൂടുതൽ ഫണ്ട് കൊടുക്കാനുള്ളത്. സ്വകാര്യ ആശുപത്രികൾക്ക് ഏതാണ്ട് 200 ചില്ലുവാനം കോടി ആണ് കൊടുക്കാനുള്ളത്. അപ്പൊ ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ പണമുണ്ടായിട്ട് കൊടുക്കാതിരിക്കുകയല്ല, നമുക്ക് അർഹമായിട്ടുള്ള കേന്ദ്രവിഹിതങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ നാം നേരിടുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ സംവിധാനങ്ങളെ മുന്നോട്ട്, ഇപ്പം ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ഉൾപ്പെടെ സംസ്ഥാനം അധികമായി ഫണ്ട് കണ്ടെത്തിക്കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാമ്പത്തിക മാനേജ്മെന്റ് സംസ്ഥാന സർക്കാരിന് ആരോഗ്യവകുപ്പിന് ആവശ്യമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിൽ കൃത്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊരു കേസിന്റെയോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമല്ല. കാരണം സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി തന്നെയാണ് ഇത് ചിട്ടയായി തന്നെ ഈ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നിർഭാഗ്യവശാൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ, കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ 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 ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമാണ് നിലപാട്. സാമ്പത്തികമായി സംസ്ഥാനത്തെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേന്ദ്രം കളിച്ചിപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിലൂടെ കയറി അവിടെയും കൂടെ കേന്ദ്രത്തിന്റെ വിഹിതം തരാതെ സംസ്ഥാനത്തെ ഞെരുക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലോക്സഭയിൽ തന്നെ എറണാകുളം MP ഹൈബീഡൻ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിൽ പറയുന്നത് 1375 കോടി രൂപയോളം ആരോഗ്യ മേഖലയിൽ കേന്ദ്രത്തിന്റെ വിഹിതമായി സംസ്ഥാനത്തിന് കൊടുക്കാനുണ്ട്. ഇത് എപ്പോൾ കൊടുക്കാനാകും എന്ന ചോദ്യമാണ് ഹൈബീഡൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. Sir, my specific question is, the National Health Mission has been having a huge discrimination against the state of Kerala, where 2003-04 the outlay was 2,521.99 crores and the resource envelope for 1,376 crores, sir. Sir, only 154 crores have been allotted to Kerala so far. The National Health Missions in rural areas, in urban areas, the contract doctors, nurses, technicians and staff are being supported using the National Health Missions Fund. During the UPA regime, 90% was given by the central share and 10% by the state share. Now it is 60-40 central and state share. But sir, there has been a huge discrimination against the state of Kerala, and the National Health Mission Director has sent a letter to the central government requesting to release the rest of the funds to make sure that the state healthcare Kerala works quite well, sir. Thank you. ഇതിനെ മറുപടിയും കൂടെ നമ്മൾ കേൾക്കേണ്ടതാണ്. കാരണം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്രമന്ത്രി തപ്പിത്തടയുന്ന ഒരു അവസ്ഥയാണ് അവിടെ കണ്ടത്. ആദ്യം കേന്ദ്രമന്ത്രി മഹേന്ദ്ര മുഞ്ഞപ്പറയുടെ ആ ഒരു ഡയലോഗ്, അദ്ദേഹത്തിന്റെ ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം. माननीय अध्यक्ष जी, भारत सरकार सब राज्यों को बराबरी से की जो फंड एलोकेशन करती है, और एक क्वेश्चन नेशनल हेल्थ मिशन के रिलेटेड है. बेसिकली हमारे आयुष मिशन नेशनल आयुष मिशन आता है, फिर भी उसका स्टेट एनुअल एक्शन प्लान में हमारे आयुष मिनिस्ट्री के बारे में जो कुछ प्रपोजल में आएगा तो उस पर हम ज़रूर विचार करेंगे और केरला को पूरा न्याय करने का प्रयत्न करेंगे.
Question number 6, Sri N.K. Premchandan. ഈ പരാതി ഉന്നയിക്കിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ ഒരു ഹൈബീഡൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ ചോദ്യം ചോദിക്കാൻ നേരത്ത് അത് സ്പീക്കർ അനുവദിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ ചോദ്യങ്ങളെ എപ്പോഴും നിശബ്ദമാക്കാനാണ് പാർലമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. അതിനൊപ്പം തന്നെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ളൊരു ഗൂഢമായ ശ്രമം അതിന്റെ പുറകിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കൂടി ചേർത്ത് വെച്ചിട്ടാണ് ആരോഗ്യ രംഗയിൽ പല പദ്ധതികളും നടപ്പിലാക്കുന്നത്. അതിൽ 60% സംസ്ഥാന സർക്കാർ, 40% കേന്ദ്രവും, അങ്ങനെ ഒക്കെ തന്നെയാണ് വിഹിതങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഹിതത്തിൽ നമ്മുടെ പല കരാർ ജീവനക്കാരെയും എടുത്തു വെച്ചിട്ടുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം വെള്ളം കുടിപ്പിക്കാനുള്ള ഒരു നിലപാടായി തന്നെ കാണുകയാണ്. അതുകൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ പോലും ഇപ്പോൾ കേന്ദ്രം കൈവച്ചിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, തരാൻ പണവുമില്ല, നിങ്ങൾ വേണ്ടത് ചെയ്തോ, കോടതിയിൽ പൊക്കോ എന്നൊക്കെയാണ് കേന്ദ്രത്തിന്റെ നിലപാട്. സത്യത്തിൽ ഇതിനൊക്കെയാണ് നമ്മുടെ കേരളം മറുപടി പറയേണ്ടത്. ആ പ്രതിഷേധമാണ് ഇനി ഡൽഹിയിൽ കാണാനും പോകുന്നത്.